കാട്ടുകള്ളനേക്കാൾ വലിയ ആളുകളായി ഇന്നത്തെ നേതാക്കന്മാർ മാറിയതിൻ്റെ നേർക്കാഴ്ചയാണ് ഈ നിറഞ്ഞിരിക്കുന്ന നേർച്ചപ്പെട്ടികളും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, യേശുക്രിസ്തുവിനെ പോലും വിഗ്രഹാരാധകനാക്കിക്കൊണ്ട് ഏത് തരത്തിലും ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ പറയുന്ന വിഗ്രഹാരാധനയുടെ കൊട പിടിക്കണം എന്നുള്ളതിനെ കുറിച്ച് അതിനുവേണ്ടി ശക്തമായ ഒരു ശ്രമം നടത്തുന്ന ഒരു സഹോദരൻ ഇന്നലെ നമ്മൾ പരിചയപ്പെട്ടതുപോലെ അജിൻഡോ സഹോദരന്റെ ഒരു ചെറിയ ക്ലിപ്പും കൂടി നമ്മളൊന്ന് കേൾക്കുകയാണ്. തിരുസ്വരൂപമൊന്നുമില്ല. ഏത് തിരുസ്വരൂപം? സ്വരൂപങ്ങൾ എന്ന് പറഞ്ഞ സാധനമില്ല. തിരുസ്വരൂപമില്ല. എന്ത് തിരുസ്വരൂപം? ഇതന്നെ വെഞ്ചരിച്ച് തിരുസ്വരൂപമാക്കുന്ന കെരൂബുകളാണ് ഉദ്ദേശിച്ചത്. ഉണ്ട് ഉണ്ടല്ലോ. ജെറുസലം ദേവാലയത്തിൽ യേശു പള്ളി പോയിട്ടുണ്ടോ? പള്ളി പോയിട്ടുണ്ട്. യേശു പള്ളി പോയ പള്ളിയിലൊക്കെ രൂപങ്ങളുണ്ടോ? ധൂപം വെച്ചിട്ടില്ല. രൂപം വെച്ചിട്ടുണ്ടോ? ധൂപം വെച്ചിട്ടില്ല. മാലടിച്ചിട്ടില്ല. സക്രിയ ധൂപം വെച്ചിട്ടുണ്ടോ? ധൂപം വെച്ചേക്കുന്നത് എന്തിനാ? ധൂപം സക്രിയ ധൂപം അർപ്പിച്ചിട്ടുണ്ട്. വാഗ്ദാനപേടത്തിന് മുമ്പ് ധൂപം അർപ്പിച്ചിട്ടുണ്ട്. ധൂപം അർപ്പിച്ചിട്ടുണ്ട്. ഉണ്ടല്ലോ. ഓക്കെ. അപ്പൊ ഇനി അവിടെ രൂപങ്ങൾ വെച്ചിട്ടുണ്ടോ? എന്ത് രൂപം വെച്ചിരിക്കുന്നത്? ദേവാലയത്തിൽ രൂപങ്ങൾ ഉണ്ടല്ലോ. നിങ്ങളൊരു കാണിക്ക് കെരൂബുകൾ വെക്കി. ഇവിടുത്തെ ദേവാലയത്തിലെ കെരൂബുകളാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ ദേവാലയത്തില് മാതള നാരങ്ങയാണ് വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ ദേവാലയങ്ങളിൽ ഈ വെള്ളം ഉടക്കാനുള്ള ഇതിന്റെ അകത്ത് 7 കാളകളുടെ രൂപങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഇതാണോ ഈ കേരളത്തിൽ കാണുന്ന, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കത്തോലിക്ക സഭയിൽ കാണുന്ന ഈ രൂപങ്ങൾ മുഴുവൻ? ദേവാലയത്തിൽ യേശു പോയ പള്ളിയിൽ വിഗ്രഹങ്ങളുണ്ടോ? താങ്കളുടെ ഭാഷയിൽ വിഗ്രഹങ്ങളില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന സാധനങ്ങൾ മുഴുവൻ ഈ പറയുന്ന സാധനങ്ങളാണ്. ഇത് നിങ്ങൾ തെളിയിക്കും. വിഗ്രഹാരാധകനാണ് യേശു. അതായത് ഞാൻ പറയുന്നത് പോലെയാണെങ്കിൽ യേശു വിഗ്രഹാരാധകനാണ്, യേശു കാളയെ ആരാധിക്കുന്നവനാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വാദം. നമ്മൾ ശ്രദ്ധിക്കണം, ഇന്ന് ഈ കേരളത്തിൽ കാണുന്ന, അതായത് ഓരോ പള്ളികളിലും കാണുന്ന ഈ വിഗ്രഹത്തെ കൊണ്ടുവന്ന് പൂജിക്കുന്ന, മാലയിടുന്ന ഈ പ്രവൃത്തികൾ കണ്ടിട്ട് നമ്മൾ വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നത്, നിങ്ങൾ പറയുന്ന പോലെയാണെങ്കിൽ യേശുവും വിഗ്രഹാരാധകനാണ്. അപ്പൊ യേശു കാളക്കുട്ടിയെ ആരാധിച്ചിരുന്നു. കാരണം എന്താ? ജെറുസലേം ദേവാലയത്തിൽ കാളക്കുട്ടി ഉണ്ടായിരുന്നു. യേശു തൻ്റെ പരസ്യ ജീവിതകാലത്ത് എവിടെയെങ്കിലും കാളക്കുട്ടിയെ മാലയിടിക്കുകയോ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, യേശു എവിടെയെങ്കിലും ഈ കാളക്കുട്ടിയുടെ മുൻപിൽ ധൂപർപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കുമോ? പോട്ടെ, ജെറുസലേം ദേവാലയത്തിൽ യേശു ബലിയർപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കുമോ? എവിടെയെങ്കിലും യേശു ക്രിസ്തു ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല. യേശു പോയത് മുഴുവൻ, ആ ദേവാലയത്തിൽ പോയത് മുഴുവൻ എന്തിനായിരുന്നു? യേശു പ്രാർത്ഥിക്കാനായി മലമുകളിൽ പോയി. യേശു പ്രാർത്ഥിക്കാനായി ഗത്സമനിൽ പോയി. യേശു വചനം പഠിപ്പിക്കാനായി ജെറുസലേമിൽ ദേവാലയത്തിൻ്റെ അകത്ത് പ്രവേശിച്ചു. കാരണം ജെറുസലേമിൻ്റെ ദേവാലയത്തിൻ്റെ അകത്താണ് ഇസ്രായേൽ സമൂഹം മുഴുവൻ ഒന്നിച്ചു കൂടുന്നത് എന്നുള്ളതിനാൽ യേശു ക്രിസ്തു പഠിപ്പിക്കാൻ, സുവിശേഷം പഠിപ്പിക്കാൻ, ദൈവവചനം പഠിപ്പിക്കാൻ ജെറുസലേം ദേവാലയത്തിൻ്റെ അകത്ത് വന്നു. ഇനി നിങ്ങൾ നോക്കുക, എവിടെയെങ്കിലും ഇസ്രായേൽ ജനം, പഴയ നിയമ സമൂഹം കെരൂബുകളെ കണ്ടിട്ട് ധൂപം അർപ്പിച്ചോ? അവിടെ കെരൂബുകൾ ഉണ്ടായിരുന്നു. എനിക്കതിനകത്ത് പരാതിയൊന്നുമില്ല, എനിക്കതിനകത്ത് വേറൊരു അഭിപ്രായമില്ല. പക്ഷേ ആ കെരൂബുകളെ ആയിരുന്നു ധൂപം അർപ്പിച്ചിരുന്നത്? അതെയോ കെരൂബുകളുടെ താഴെ വാഗ്ദാന പേടകത്തെ ആണോ അവർ ധൂപം അർപ്പിച്ചിരുന്നത്? ആ വാഗ്ദാന പേടകത്തിന് അകത്തുണ്ടായിരുന്ന ദൈവ സാന്നിധ്യത്തെയാണ് അവർ കണ്ടിരുന്നത്. ഇസ്രായേൽ സമൂഹം കാഴ്ചയാലുള്ളവരുടെ വിശ്വാസം എന്തായിരുന്നു? ആ വാഗ്ദാന പേടകത്തിനകത്ത് ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതവർ കണ്ടതാ പല പ്രാവശ്യം. ഇന്ന് അങ്ങനെയാണോ ഇന്ന് ഈ ചർച്ചകളിൽ നടക്കുന്നത്? വേണ്ട, മാതള നാരങ്ങകൾ അവിടെ കൊത്തി ഉണ്ടാക്കി എന്ന് പറയുന്നു. ഈ മാതള നാരങ്ങ ഇന്ന് ദേവാലയങ്ങളിൽ നമ്മൾ കാണുന്നില്ല. ഈ മാതള നാരങ്ങനെ ആരും പൂജിക്കുന്നില്ല, ആരും ധൂപർപ്പിക്കുന്നില്ല, കെരൂബുകളെ വെച്ചിട്ട് ധൂപർപ്പിക്കുന്നില്ല. ഇതൊന്നുമല്ല ഇന്ന് ചർച്ചകളിൽ നടക്കുന്നത്. ഇന്ന് പരസ്യമായ വിഗ്രഹാരാധന നടക്കുന്നു. എന്നിട്ട് പറയാം യേശുവും നിങ്ങളുടെ അഭിപ്രായത്തിൽ വിഗ്രഹാരാധകനാണ് എന്ന് പറയുമ്പോൾ ഇവരേത് അറ്റം വരെ പോകും എന്ന് ചിന്തിച്ചു നോക്കുക. അല്ല ബ്രദറെ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കത്തോലിക്ക സഭയിൽ ദിവ്യകാരുണ്യ ആരാധനയല്ലേ ഉള്ളൂ? വേറെ ഏതിനെയും ആരാധിക്കുന്നുണ്ടോ? ഈ മാലയിട്ട് രൂപങ്ങൾക്ക് എന്ത് ബഹുമാനം? താങ്കളാ പറയുന്നത് ഞാൻ താങ്കൾ ഈ പറഞ്ഞ ഞാനും അംഗീകരിക്കണമെന്ന്. അതായത് ഇതൊക്കെ കൃത്യമായിട്ട് പുള്ളി അംഗീകരിക്കുന്നു. എന്ത്? തങ്കിപ്പള്ളിയിൽ നടക്കുന്ന കാര്യവും കൊരട്ടിപ്പള്ളിയിൽ നടക്കുന്ന കാര്യം, ഇത്തരം പള്ളികളിൽ നടക്കുന്ന ആ വൃത്തികെട്ട പ്രവൃത്തിയെ പുള്ളി അംഗീകരിക്കുന്നു. ശരിയല്ല. പക്ഷെ ഇത് മാറ്റേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ്? അതിനെതിരെ സംസാരിക്കേണ്ട ഉത്തരവാദിത്തം ആരെയാണ്? ഇന്ന് നിൽക്കുന്ന നേതാക്കന്മാർക്ക് നട്ടലില്ലാതെ ആവുകയും അതിന് കുടപിടിക്കുന്ന സാധാരണ വിശ്വാസികൾ പോലും അതിനുവേണ്ടി, ഈ ജിൻഡോ ബ്രദറിനെ പോലുള്ള ആളുകൾ അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ വാക്കുകൊണ്ട് പറയാൻ, അവരുടെ പ്രബോധനങ്ങളിൽ പറയാൻ സാധിക്കണം ഇത് തെറ്റാണെന്ന്. അതുപോലും ചെയ്യാത്ത വ്യക്തികളാണ് ഈ വന്നിട്ട് ഇതിനെ വെള്ളപൂശാൻ ശ്രമിക്കുന്നത്. അതൊക്കെ സിമ്പിൾ ഫെയ്ത്തിൽ പോണ സാധനങ്ങൾ. ഇതൊക്കെ വിഗ്രഹാരാധനയാണോ? അല്ലേ?
വിഗ്രഹാരാധന എന്ന് ഞാൻ പറയില്ല. അതിനെ കൂട് തുറന്ന് മാതാവിന്റേതെന്ന് പറയപ്പെടുന്ന ഒരു വിഗ്രഹം ഇറക്കിക്കൊണ്ടുവരുമ്പോ ജനം മുഴുവൻ അലമുറയിട്ട് വിളിച്ച് അതിനെ വർഷിപ്പ് ചെയ്യുന്നത് വിഗ്രഹാരാധനയല്ല എന്ന് പറയാൻ ജില്ലോ പുറമെ എങ്ങനെ കഴിയുന്നു? നമ്മുടെ നാട്ടിലെ കാളക്കുട്ടിയെ ആരാധിച്ചപ്പോ മോശയുടെ ജനം, ഇസ്രായേൽ ജനം ചെയ്തതിനേക്കാൾ വൃത്തികെട്ട പരിപാടിയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വാഗ്ദാനപേടം കൊണ്ടുവരുമ്പോൾ ഇതല്ലേ ഇസ്രായേൽ ജനം ചെയ്തത്? ഇതിനെ ഇദ്ദേഹം എന്തായിട്ടാണ് കാണുന്നത്? ഈ കൊരട്ടിപ്പള്ളിയിൽ നടക്കുന്നതും തങ്കിപ്പള്ളിയിൽ നടക്കുന്നതും ഇതൊക്കെ സിമ്പിൾ ഫെയ്ത്ത് ആണ്. അതായത് അങ്ങനെ ലിമിറ്റൈസ് ചെയ്യുക, ഇത് സിമ്പിൾ ഫെയ്ത്ത് ആണ്. കുറച്ച് ആളുകൾ വഴിതെറ്റി പോകുന്നു, ഒന്നോ രണ്ടോ വ്യക്തികളല്ല, ഇടവക സമൂഹം മുഴുവൻ. മാത്രമല്ല അത് പരസ്യപ്പെടുത്തി ഇന്ന് കേരളം മുഴുവൻ അത് വഴിതെറ്റി പോയിട്ടും നമ്മുടെ നേതാക്കന്മാർ കൈയും കെട്ടി നോക്കിയിരിക്കുക. പക്ഷെ പറയുന്നതോ അത് സിമ്പിൾ ഫെയ്ത്ത് ആണ്. എന്ത് സിമ്പിൾ ഫെയ്ത്ത്? ഈ വിഗ്രഹാരാധനയിലേക്ക്, ഈ തിന്മയിലേക്ക് പോയപ്പോ ഹെസക്കിയാക്കി വേണമെങ്കിൽ വിചാരിക്കാൻ പാടില്ലേ, ഓ അത് സിമ്പിൾ ഫെയ്ത്ത് ആണല്ലോ, ആ പ്രവൃത്തി സിമ്പിൾ ഫെയ്ത്ത് ആണല്ലോ, അവർ നെഹുഷ്ഠാന് ജസ്റ്റ് ഒന്ന് ധൂപം ആട്ടുന്നല്ലേ ഉള്ളൂ, അതൊരു സിമ്പിൾ ഫെയ്ത്ത് അല്ലേ? പക്ഷെ ഹെസക്കിയാക്കി നട്ടലുണ്ടായിരുന്നു, അത് സിമ്പിൾ ഫെയ്ത്ത് അല്ല, വഴിതെറ്റിക്കുന്ന ഉപദേശമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ നശിപ്പിച്ചവനാണ് ഹെസക്കിയ. പക്ഷെ നമ്മുടെ ആളുകൾക്ക് അത് സിമ്പിൾ ഫെയ്ത്ത് ആണ്. എങ്ങനെയെങ്കിലും അതിന് കുടപിടിക്കണം. വീണ്ടും അദ്ദേഹത്തിന്റെ ചർച്ച താഴോട്ട് പോകുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്നാ, ഇസ്രായേൽ ജനം വാഗ്ദാന പേടകം കൊണ്ടുവന്നപ്പോൾ ആർത്തു വിളിച്ചിരുന്നു, അതുപോലെ തന്നെയാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? കൊരട്ടിമുത്തിയെ പൊക്കുമ്പോഴും അല്ലെങ്കിൽ ഈ പറയുന്ന തങ്കിപ്പള്ളിയിലെ ആ മരിച്ചു കിടക്കുന്ന രൂപം, ആരുടെയോ ഒരു രൂപം, ഏതോ ഒരു പുരുഷന്റെ രൂപം, മുടിയൊക്കെ വളരുന്നുണ്ടെന്ന് പറയുന്നത്, ഇതും പൊക്കുമ്പോൾ അവിടെയും ഒച്ചയുണ്ടാക്കി ബഹളമുണ്ടാക്കി ചെയ്യുന്നത്, അതും അവർ ഇസ്രായേൽ ജനം ചെയ്ത അതേ പ്രവൃത്തി തന്നെയാണെന്നാണ് ഇദ്ദേഹം ന്യായീകരിക്കുന്നത്. ഞാൻ ആ പ്രവൃത്തി ഒറ്റ രീതിയിലേ ന്യായീകരിക്കുന്നുള്ളൂ. അതുവരെ ഉണർവില്ലാതെ തളർന്നിരുന്നൊരു ഇസ്രായേൽ ജനമുണ്ട്. പക്ഷെ അഹറോൻ കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ, ആ സ്വർണം മൂശയിൽ ഒരുക്കി കാളക്കുട്ടി വന്നപ്പോൾ പിറ്റേ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് വന്ന്, അതിനു മുൻപ് എഴുന്നേൽക്കാൻ പോലും മടിയുള്ള ഇസ്രായേൽ ജനം പിറ്റേ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് വന്ന് ഒച്ചത്തിൽ വിളിച്ച് ബഹളമുണ്ടാക്കി ദഹനബലികളൊക്കെ സമർപ്പിച്ചൊരു ഇസ്രായേൽ ജനമുണ്ട്. ഇതേ ഇസ്രായേൽ ജനത്തിന്റെ പിൻഗാമിയായ ഈ പറയുന്ന നമ്മളും ഇന്ന് ഈ കേരളത്തിൽ കാണുന്ന ഓരോ ജനവും ഇതേ പ്രവൃത്തി തന്നെ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നു. മണർകാട് കൂട് തുറന്നുള്ള പ്രാർത്ഥന, കാഞ്ഞൂര് കൂട് തുറന്ന് പുണ്യാളൻ പുറത്തിറങ്ങുമ്പോൾ മാത്രം ഉണ്ടാകുന്ന അത്ഭുതങ്ങൾ, വലിയ വലിയ കാര്യങ്ങൾ, ആ വിഗ്രഹത്തിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് തിന്മയാണെന്ന് തിരിച്ചറിയാൻ ഒരൊറ്റ വ്യക്തി പോലും ഇല്ല, അല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കാൻ ആരുമില്ല. ജെറുസലേം ദേവാലയത്തിൽ രൂപങ്ങൾ ഉണ്ടാക്കി ഇസ്രായേൽ ജനം, ഇവർ കാണുന്ന വീക്ഷണകോണുണ്ട്. അതായത് ഇത് രൂപങ്ങളെ കാണുന്നതും തിരുസ്വരൂപങ്ങളെ കാണുന്നതും വിഗ്രഹങ്ങളെ കാണുന്നതും ഡിഫറൻസ്. ഇദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചത്, ഇസ്രായേൽ ജനം വിഗ്രഹത്തെ കാണുന്നതും അതല്ലെങ്കിൽ സ്വരൂപങ്ങളെ കാണുന്നതും, ഇങ്ങനൊരു കൺസിഡറേഷൻ അല്ലെങ്കിൽ ഇങ്ങനൊരു വേർതിരിവ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇല്ല എന്നുള്ളതാണ് 100% വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട വിഷയം. എന്നാൽ മറ്റ് ചരിത്രങ്ങളും കൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് ഉള്ളത് കൊണ്ട് നമുക്ക് അതിലേക്കൊന്ന് പോകാം. പക്ഷെ അതിനു മുമ്പ് ഇസ്രായേൽ ജനത്തിന് പ്രധാനമായും ഉണ്ടായിരുന്നത് വാഗ്ദാന പേടകം, പിന്നെ നമ്മൾ കാണുന്നത് ഈ നെഹുഷ്ഠാൻ എന്നറിയപ്പെടുന്ന ഈ ഓട്ടുസർപ്പം. അതാകട്ടെ ഹെസക്കിയ തകർത്ത് കളഞ്ഞു. അതിനെ ഒരു സ്വരൂപമായി ആര് കണ്ടില്ല? ഹെസക്കിയായോ ഇസ്രായേൽ ജനം കണ്ടില്ല എന്നുള്ളത് വ്യക്തം. അതിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ വാദഗതി അവിടെ പൊളിയുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് വിഗ്രഹമെന്നോ സ്വരൂപമെന്നോ രണ്ട് തലമുണ്ടായിരുന്നില്ല. പിന്നെ ഇവർ പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന കെരൂബുകൾ അതല്ലെങ്കിൽ കാളക്കുട്ടികൾ, ഈ പറഞ്ഞ കാര്യം മാത്രമാണ്. ഇത് രണ്ടും ഉണ്ടാക്കിയ പശ്ചാത്തലം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അവിടെ കെരൂബുകളെ നിർമ്മിക്കാൻ പറഞ്ഞു, മാതളനാരങ്ങ ഉണ്ടാകണം. ഇത് സ്വർഗത്തിന്റെ സാദൃശ്യമായി കാണിക്കേണ്ടതിന് ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. പിന്നീട് ഇസ്രായേലിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ജെറുസലേം പട്ടണത്തിലേക്കോ ജെറുസലേം ദേവാലയത്തിൻ്റെ അകത്തേക്കോ വിഗ്രഹങ്ങളോ മറ്റെന്തെങ്കിലും ഒന്ന് കയറ്റാൻ ഇസ്രായേൽ ജനം അനുവദിച്ചിരുന്നോ എന്നുള്ളതിനെ കുറിച്ച് ചരിത്രം പരിശോധിക്കുമ്പോൾ 2-3 പ്രധാനപ്പെട്ട ചരിത്രകാരന്മാരെ നമ്മൾ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് യൗസേബിയൂസ്, 2 ഫിലോ, ഈ 2 ചരിത്രകാരന്മാരെ നമ്മൾ പ്രധാനമായും പരിശോധിച്ച് കഴിഞ്ഞാൽ, ഇനി ഫ്ലാവിയസ് ജോസഫിനെയും കൂടി പരിശോധിച്ചാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വിഗ്രഹം പോയിട്ട് ഒരു ചെറിയ ഫോട്ടോ പോലും അല്ലെങ്കിൽ ഒരു ഛായാചിത്രം പോലും ജെറുസലേം ടൗണിൻ്റെ അകത്തോട്ട് പോലും കയറ്റാൻ യഹൂദൻ സമ്മതിച്ചിരുന്നില്ല. അതാ ചരിത്രം. നമ്മൾ അതിനുവേണ്ടി ഇന്ന് പരിശോധിക്കുന്ന പുസ്തകം ഇസ്രായേൽ ചരിത്രം, പ്രത്യേകിച്ച് ചരിത്രപുരുഷനായ ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന റിച്യുവത്തിയുടെ ബുക്ക്, അതിൻ്റെ പേജ് നമ്പർ 27. അതിൻ്റെ അകത്ത് റോം യഹൂദർക്ക് വളരെയധികം ആനുകൂല്യങ്ങൾ അനുവദിച്ചിരുന്നു. സാബത്താചരണം മാനിച്ച് യഹൂദന്മാർ സൈനിക സേവനത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ആ ദിവസം കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്നും അവർ ഒഴിവ് കിട്ടിയിരുന്നു.
ജീവനുള്ള ഒന്നിൻ്റെയും പ്രതിമകൾ പാടില്ല എന്ന് യഹൂദ നിയമത്തെ ആദരിച്ച് ജെറുസലേം നഗരത്തിലെ താവളങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്ന പടയാളികൾ ചക്രവർത്തിയുടെ പ്രതിമയോടുകൂടിയ കൊടികൾ വഹിക്കുന്നത് നിരോധിച്ചിരുന്നു. ശ്രദ്ധിക്കണേ, ഈ ജെറുസലേമിന്റെ പുറത്തേക്കൂടെ പോകുന്ന പടയാളികൾ പോലും ഇന്ന് റോമിന്റെ ഭരണത്തിന് കീഴിലായി ജെറുസലേം നിൽക്കുന്നത്. ആ റോമിന്റെ ആധികാരികൾ പോലും എന്ത് ചെയ്തിരുന്നില്ല? ഈ ജെറുസലേമിന് പുറത്തേക്കൂടെ പോകുമ്പോൾ, ഈ പടയാളികൾ പോകുമ്പോൾ ഈ പറയുന്ന രാജാവിൻ്റെ അനാച്ഛാദനം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ രാജാവിൻ്റെ ചിത്രങ്ങളോ പ്രതിമകളോ ഒന്നും കൊണ്ടുപോയിരുന്നില്ല. അതുവരെ വേണ്ട എന്ന് വെച്ചതാണ് ആര്? ഈ പറയുന്ന അല്ലെങ്കിൽ വേണ്ട എന്ന് വെപ്പിച്ചവരായിരുന്നു ഇസ്രായേൽ ജനം. വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ, ഇക്കാരണത്താൽ യൂദായിൽ ഇറക്കിയിരുന്ന റോമൻ നാണയങ്ങളിലും പ്രത്യേകിച്ച് ഓട്ട് നാണയങ്ങളിലും ചക്രവർത്തിയുടെ രൂപമില്ലായിരുന്നു അത്രേ. നാണയങ്ങളിൽ യഹൂദർക്ക് സ്വീകാര്യമായിരുന്ന അടയാളങ്ങളും സംജ്ഞകളും മാത്രമേ സ്വീകരിച്ചിരുന്നുള്ളൂ. വളരെ പ്രധാനപ്പെട്ട വിഷയം. അതായത് അവിടെ ഉപയോഗിച്ചിരുന്ന റോമൻ നാണയങ്ങളിൽ പോലും ഈ പറയുന്ന ചിത്രങ്ങളോ ഈ പറയുന്ന ആലേഖനങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. യഹൂദന്റെ ചില ചിഹ്നങ്ങളല്ലാതെ, അവർക്ക് മനസ്സിലാകുന്ന ചില ചിഹ്നങ്ങളല്ലാതെ റോമൻ നാണയങ്ങളിൽ പോലും ഇവർ അനുവദിച്ചിരുന്നില്ല. നിങ്ങൾ ആലോചിച്ചോളും, ദേവാലയത്തിൻ്റെ അകത്തല്ല, സമാഗമന കൂടാരത്തിൻ്റെ അകത്തല്ല, ഈ പറയുന്ന ഈ ദേവാലയത്തിന്റെ 3 സ്ഥലങ്ങളുണ്ട്. ഈ 3 സ്ഥലത്തിനേക്ക് അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല എന്നല്ല നമ്മൾ വായിച്ചത്. ജെറുസലേം പട്ടണത്തിലോ പുറത്തോ ഈ പറയുന്ന യഹൂദന്റെ ഇടയിൽ ഒരു നാണയത്തിൽ പോലും ഇത് ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല. അവിടെയാണ് നമ്മൾ ഈ ന്യായീകരണം കൊണ്ടുവരുന്നത്. നമ്മളൊരു എങ്ങനെയെങ്കിലും വിഗ്രഹാരാധന നമുക്ക് ദേവാലയത്തിൽ എത്തിക്കണം, ഈ പറയുന്ന ചിത്രങ്ങൾ വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരണം പറയുമ്പോൾ ഈ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കുക. വീണ്ടും അതിൻ്റെ അടുത്ത പാരഗ്രാഫിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ, പേജ് നമ്പർ 29 അതിൻ്റെ 26ാമത്തെ പാരഗ്രാഫിൽ നമ്മൾ വായിക്കുമ്പോൾ, യഹൂദരോടുള്ള വിദ്വേഷവും ചക്രവർത്തിയോടുള്ള സ്തുതിയും പ്രകടിപ്പിക്കാനെന്ന പോലെ പലസ്തീനിയയിലെത്തിയ ഉടനെ പീലാത്തോസ് ഒരു പ്രകടനം കാഴ്ചവെച്ചു. അതായത് ദുഷ്ടനായ പീലാത്തോസിനെ കുറിച്ച് ബൈബിൾ പല പ്രാവശ്യം പറയുന്നുണ്ട്. ആ ബൈബിളിൽ പറയുന്ന ആ പീലാത്തോസ് ചെയ്തൊരു പ്രവൃത്തി, ചക്രവർത്തിയുടെ രൂപവും ഛായാപടങ്ങളുമുള്ള പതാകകളും കൊടികളും വഹിച്ചുകൊണ്ട് സിസറിയയിൽ നിന്നും ജെറുസലേമിലേക്ക് മാർച്ച് ചെയ്ത് ജെറുസലേം നഗരത്തിൽ പ്രവേശിക്കാൻ അദ്ദേഹം സൈന്യത്തോട് കൽപ്പിച്ചു. എതിർപ്പിനെ നേരിടാൻ വേണ്ടി കൗശലക്കാരനായ അദ്ദേഹം പടയാളികളോട് രാത്രിയിൽ നഗരത്തിൽ പ്രവേശിക്കാനാണ് ആജ്ഞാപിച്ചത്. പ്രതിമകളും കൊടിക്കൂറകളും മറ്റും നഗരത്തിൽ സ്ഥാപിച്ചതിന് ശേഷം മാത്രമേ ആളുകൾ കാര്യമറിയാവൂ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലാൻ. അതായത് പീലാത്തോസ് ചെയ്തൊരു ദുഷ്ടപ്രവൃത്തി, ഈ ജെറുസലേം ടൗണിൻ്റെ അകത്തോട്ട്, പട്ടണത്തിൻ്റെ അകത്തോട്ട് ഈ പറയുന്ന രാജാവിൻ്റെയും പ്രതിമയും ആലേഖനം ചെയ്യപ്പെട്ട കൊടിക്കൂറകളുമായി സൈന്യത്തോട് സിസറിയയിൽ നിന്നും ജെറുസലേം പട്ടണത്തിലേക്ക് പോകാൻ, രാത്രിയിൽ അവിടെ വന്ന് സ്ഥാപിക്കാനായിട്ട് യഹൂദരെ എത്രത്തോളം കഷ്ടപ്പെടുത്താൻ പറ്റുമോ അങ്ങനെ ചെയ്താലും തൻ്റെ ചക്രവർത്തിയോടുള്ള ആരാധന മൂത്ത് പീലാത്തോസ് ചെയ്തൊരു പ്രവൃത്തിയാണ്. ഇതിനെ യഹൂദൻ എങ്ങനെ കണ്ടു, യഹൂദൻ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതിനെ കുറിച്ച് തൊട്ട് താഴെ പറയുകയാണ്. അടുത്ത ദിവസം ആ ഹീനമായ ആദരവ് കണ്ട് പൊട്ടിത്തെറിച്ച് യഹൂദരിൽ വളരെയധികം പേർ സിസറിയയിലേക്ക് പാഞ്ഞെത്തി. 5 രാവും പകലും തുടർച്ചയായി അവർ ഗവർണറോട് താണു വീണപേക്ഷിച്ചു, വിശുദ്ധ നഗരത്തിൽ നിന്നും വിഗ്രഹാരാധനപരമായ പതാകകളും മറ്റും മാറ്റാൻ. പീലാത്തോസ് അതൊന്നും ചെവിക്കൊണ്ടില്ല. ശ്രദ്ധിക്കണേ, ഈ ജെറുസലേം ടൗണിൻ്റെ അകത്ത്, പട്ടണത്തിൻ്റെ അകത്ത് രാജാവിൻ്റെ കൊടിക്കൂറകളും പ്രതിമകളും കൊണ്ടുവന്ന് വെച്ചു. വേറൊന്നും ചെയ്തിട്ടില്ല. ദേവാലയത്തിൻ്റെ അകത്ത് കയറ്റിയിട്ടില്ല. ജെറുസലേം ദേവാലയത്തിൻ്റെ അകത്ത് അങ്കണത്തിലല്ല, 2ാമത്തെ വിരിക്കകത്തല്ല, ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ വിരിക്കകത്തല്ല ഇതൊന്നും കയറ്റി പ്രതിഷ്ഠിച്ചത്. ഇതിൻ്റെയൊക്കെ പുറത്ത് ജെറുസലേം പട്ടണത്തിൽ മാത്രമേ ഈ കൊടിക്കൂറകൾ എത്തിയിട്ടുള്ളൂ. പക്ഷേ യഹൂദർ അതിനെ നഖശികാന്തം എതിർക്കുന്നു, ശക്തമായി അതിനെതിരെ എതിർപ്പുകൾ ഉണ്ടാക്കുന്നു. മാത്രമല്ല യഹൂദൻ പറയുന്നത് ഇത് വിഗ്രഹാരാധനയാണ്, ഇത് വിഗ്രഹാരാധന പരമായ പതാകകളും മറ്റും മാറ്റണം. അപ്പൊ അതെങ്ങനെ യഹൂദനത് വിഗ്രഹമാകുന്നേ? യഹൂദനത് എങ്ങനെയാണ് വിഗ്രഹാരാധനയാകുന്നത്? നമ്മൾ ഡാനിയൽ പൂർണ്ണത്തിലങ്കച്ചൻ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ കണ്ടു അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കി, ഞങ്ങൾ കാണും, ഞങ്ങൾ വീണ്ടും ഉണ്ടാക്കും. അവരോട് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ സാഹചര്യം വേറെ, പിന്നീട് ഇസ്രായേലിനോട് ഉണ്ടാക്കാൻ പറഞ്ഞ സാഹചര്യം വേറെ. ഈ 2 സാഹചര്യമാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, യേശു ക്രിസ്തുവിന്റെ കാലത്ത് പീലാത്തോസിന്റെ ഭരണത്തിന്റെ കീഴിൽ നടന്നൊരു സംഭവമാണ്. ഉണ്ടാക്കാൻ അവർ സമ്മതിച്ചോ? വേണ്ട. വല്ലവരും ഉണ്ടാക്കിയ സാധനം ഈ ജെറുസലേമിന്റെ അകത്ത് കയറ്റാൻ അവർ സമ്മതിച്ചോ? ഇല്ല. അച്ഛാ, നിങ്ങൾ ഈ ചരിത്രമൊക്കെ ഒന്ന് വായിക്കണം. നിങ്ങൾ ക്രിസ്തുവിലാണ് നിൽക്കുന്നതെങ്കിൽ സത്യസുവിശേഷം പ്രഘോഷിക്കണം.
ചരിത്രങ്ങൾ പരിശോധിക്കണം. ഇസ്രായേൽ ജനം എന്തു ചെയ്തു എന്നുള്ളത് പരിശോധിക്കാൻ നിങ്ങൾ തയ്യാറാകണം. അത് തയ്യാറാകാതെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് വചനത്തെ വളച്ചൊടിക്കുന്ന ജനങ്ങൾക്ക്, കേൾവിക്കാർക്ക് ഇമ്പം കിട്ടുന്ന രീതിയിൽ, വിഗ്രഹാരാധകർക്ക് സന്തോഷിക്കുന്ന രീതിയിൽ ഇത്തരം ന്യായീകരണങ്ങൾ നടത്തുന്ന ഓരോ വ്യക്തിയും ദൈവസന്നിധിയിൽ ചോദ്യം ചെയ്യപ്പെടും. കാരണം ചരിത്രം നമ്മുടെ മുൻപിൽ വ്യക്തമായ നഗ്നമായ സത്യം വിളിച്ചു പറയുകയാണ്. അത് വിഗ്രഹാരാധനയായി യഹൂദൻ കണ്ടിരുന്നു. അല്ലാതെ ഒരിക്കൽ ദൈവം ഉണ്ടാക്കാൻ പറഞ്ഞു, പിന്നീട് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. ഇത് രണ്ട് സാഹചര്യമാണ്. ആദ്യം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞത് വേറെ, പിന്നീട് ഉണ്ടാക്കാൻ പറഞ്ഞത് വേറെ. അപ്പോൾ ദേവാലയത്തിനകത്താണ് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം. ഈ ചരിത്ര പുസ്തകങ്ങൾ നമ്മൾ തന്നെ എഴുതി വച്ചിരിക്കുക. അതായത് സഭയുടെ ചരിത്ര പുസ്തകങ്ങളിൽ, സഭയുടെ ലൈബ്രറികളിൽ ഇത്തരം ചരിത്ര പുസ്തകങ്ങൾ ഇന്നും ഇരിക്കുക. ഇതൊന്നും സാധാരണ ഒരു മതബോധന വിദ്യാർത്ഥി വായിക്കത്തില്ല. നിങ്ങൾക്ക് അവരുടെ മുമ്പിൽ ഈ ബിസിനസ്സൊക്കെ നടക്കും. പക്ഷേ അറിയാൻ ആഗ്രഹമുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവൻ പോയി അന്വേഷിക്കുകയും പരിശോധിക്കുകയും കൃത്യമായ സമൂഹത്തോട് സത്യം വിളിച്ചു പറയുകയും ചെയ്യും. അടുത്ത വിഷയം നമ്മൾ നോക്കുക. പീലാത്തോസ് ഇതൊന്നും ചെവിക്കൊണ്ടില്ല. 6-ാം ദിവസം അവരുടെ നിർബന്ധപൂർവമായ അപേക്ഷയും മറ്റും കണ്ട് സഹികെട്ട അദ്ദേഹം പട്ടാളക്കാരെ കൊണ്ട് അവരെ വളയുകയും ഉടനെ തന്നെ പിരിഞ്ഞു പോയില്ലെങ്കിൽ എല്ലാവരെയും നിഷ്കരണം കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഈ ഭീഷണിക്ക് മുമ്പിൽ ഇസ്രായേൽ വഴങ്ങിയോ ഇല്ലയോ ഒന്ന് പരിശോധിച്ചേ. പക്ഷേ പ്രതാപികളായ ആ യാഥാസ്ഥിതിക യഹൂദർ ദോഷൈകൃതരായ പീലാത്തോസിനെ കീഴടക്കുക തന്നെ ചെയ്തു. പട്ടാളക്കാരാൽ വലയം ചെയ്യപ്പെട്ട അവർ നിലത്ത് വീണ് തങ്ങളുടെ നഗ്നമായ കഴുത്തുകൾ കാട്ടിക്കൊണ്ട് ഉച്ചസ്ഥരം വിളിച്ചു പറഞ്ഞു, തങ്ങളുടെ സനാതന മൂല്യങ്ങളെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ കൊല്ലപ്പെടുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാര്യങ്ങൾ ഈ പതനത്തിലെത്തുമെന്ന് സ്വപ്നേവേ വിചാരിക്കാതിരുന്ന പീലാത്തോസ് അവസാനം വഴങ്ങിക്കൊടുത്തു. കൊടികൂറകൾ ഉടനെ നീക്കം ചെയ്തു. ശ്രദ്ധിക്കുക, തൻ്റെ വിശ്വാസം, മോശയിലൂടെ ലഭിച്ച ദൈവിക നിയമങ്ങൾ, അത് ഉച്ചസ്ഥലം പ്രഖ്യാപിച്ചുകൊണ്ട് നട്ടലുള്ള യഹൂദൻ പീലാത്തോസിന്റെ തിന്മ പ്രവർത്തിക്കെതിരെ കഴുത്തി നീട്ടിക്കൊണ്ടാണ് അതിനെതിരെ പ്രതികരിച്ചത്. ഇന്ന് നമ്മൾ വെള്ളം പൂശുന്ന പോലെയല്ല ഇത്. നമ്മൾ ഇതിന് എങ്ങനെയെങ്കിലും വിഗ്രഹാരാധനയല്ല എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്ന ഈ ഒരു പ്രവൃത്തി പോലെയല്ല ഇസ്രായേൽ സമൂഹം. നമ്മൾ ഇന്ന് കേരളത്തിൽ കാണുന്ന നട്ടലില്ലാത്ത ക്രിസ്തീയ സമൂഹമല്ല യഹൂദരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. അവർ ജീവനെ കളഞ്ഞുകൊണ്ടും ദൈവം പറഞ്ഞ പ്രഖ്യാപനത്തെ, ദൈവം നൽകിയ നിയമത്തെ, സനാതന മൂല്യങ്ങളെ, അവരുടെ മോശ നൽകിയ കൽപ്പനകളെ അക്ഷരം പ്രതി പാലിക്കാൻ അവർ തയ്യാറായിരുന്നു. അതാണ് അവിടെ കൃത്യമായിട്ട് ആ ചരിത്രത്തിൽ കാണുന്നത്. വീണ്ടും ഫിലോ എഴുതിയ പ്രധാനപ്പെട്ട ഒരു വിഷയം, കലഹപ്രിയനായ ഗവർണർ പിന്നീട് മറ്റൊരു പരിപാടി കൂടി കാട്ടിക്കൂട്ടി. ചക്രവർത്തിയുടെ പേരെഴുതിയ സ്വർണം പൂശിയ ഏതാനും രക്ഷാകവചങ്ങൾ അദ്ദേഹം ജെറുസലേമിൽ ഹെറോദേസിന്റെ അരമനയുടെ പുറത്തായി കെട്ടിത്തൂക്കിയിട്ടു. ശ്രദ്ധിക്കുക, ഇത് ഒരിക്കലും ജെറുസലേം ദേവാലയത്തിലല്ല, ജെറുസലേം പട്ടണത്തിലല്ല, അവന്റെ സ്വന്തം അരമനയിൽ, ഈ പറയുന്ന ജെറുസലേമിലുള്ള ഹെറോദേസിന്റെ സ്വന്തം അരമനയുടെ പുറത്ത് കെട്ടിത്തൂക്കിയിട്ടു. ഫിലോ മാത്രമാണ് ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കൊടിക്കൂറകളും മറ്റും സ്ഥാപിച്ചതിന്റെ മറ്റൊരു വിവരണമാണെന്ന് സംശയിക്കുന്നവരുമുണ്ട്. എന്നാൽ അതത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം പീലാത്തോസിന്റെ പ്രതികാര മനോഭാവവും ഈ സംഭവം കുറെ കാലം കഴിഞ്ഞാണ് നടന്നത് എന്നത് തന്നെ. ഇപ്രാവശ്യം ഇവ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ സമീപിച്ചത് പ്രതിനിധി സംഘത്തിന് മഹാനായ ഹെറോദസിന്റെ 4 പുത്രന്മാർ കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം വഴങ്ങിയില്ല. അപ്പോൾ യഹൂദർ തിബേരിയാസ് ചക്രവർത്തിയുടെ പക്കൽ നിവേദനവുമായി എത്തി. തിബേരിയാസ് പീലാത്തോസിനോട് കൽപ്പിച്ചു, പ്രസ്തുത കവചങ്ങൾ ജെറുസലേമിൽ നിന്നും നീക്കി സിസറിയയിൽ കൊണ്ടുപോയി സ്ഥാപിക്കാൻ. ഇത് സിസറിയയിൽ കൊണ്ടുപോയി സ്ഥാപിക്കാൻ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഇത് ജെറുസലേം ദേവാലയത്തിലോ പട്ടണത്തിലോ ഒന്നുമല്ല. യഹൂദർ പോകാൻ മടിച്ചിരുന്ന ഹെറോദേസിന്റെ അരമനയുടെ പുറത്ത് അവിടെ കൊടിക്കൂറുകൾ തൂക്കിയതിനാണ് ഇസ്രായേൽ സമൂഹം എന്ത് ചെയ്തത്? ശക്തമായി പ്രതികരിച്ചത്. അതിനെതിരെ ശക്തമായി പ്രതികൂലങ്ങൾ ഉണ്ടായി. അതും വഴങ്ങേണ്ടി വന്നു. ആര്? പീലാത്തോസ്. അത് തിരിച്ച് സിസറിയയിലേക്ക് മാറ്റി സ്ഥാപിക്കേണ്ടി വന്നു. തികച്ചും സാന്ദർഭോചിതമായിരിക്കും സുവിശേഷങ്ങൾ നൽകുന്ന ഒരു വിവരണം കൂടി ഇവിടെ അനുസ്മരിക്കുന്നത്. അതായത് ഇതിന് ചരിത്രപരമായ പശ്ചാത്തലം മാത്രമല്ല, ഈ ഫിലോ ആകട്ടെ, ഫ്ലാവിയസ് ജോസഫ് ആകട്ടെ, ജോസഫിയസ് ആകട്ടെ, ഇവരെല്ലാം പറഞ്ഞ ആ ചരിത്രപരമായ പശ്ചാത്തലത്തെക്കാൾ അധികമായ വിശ്വസനീയമായ മറ്റൊരു പശ്ചാത്തലം കൂടി
ഈ പറയുന്ന റിച്വത്തി എടുത്തു വെക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും. അത് ലൂക്കാ സുവിശേഷം 13:1 കാണുന്ന ജെറുസലേം ദേവാലയത്തിൽ ബലിയർപ്പിച്ചുകൊണ്ടിരുന്ന ഏതാനും ഗലീലിയരെ പീലാത്തോസ് വധിച്ച സംഭവത്തെക്കുറിച്ച് ലൂക്കാ സുവിശേഷകൻ എഴുതിയ ആ ചരിത്ര സംഭവം ഇതിനോട് കൂട്ടിച്ചേർത്തിട്ട് ഇവർ പറയുകയാണ്, പീലാത്തോസ് ദുഷ്ടനായിരുന്നു, പീലാത്തോസിന്റെ പ്രതികാര നടപടികൾ ഇങ്ങനെയായിരുന്നു. എന്നാൽ യഹൂദ സമൂഹം ശക്തമായി അതിനെ പ്രതികരിച്ചിരുന്നു. നമ്മൾ പറഞ്ഞു നോക്കിയ അങ്ങനെയൊന്നുമല്ല. യഹൂദ സമൂഹം വിഗ്രഹങ്ങളെ കണ്ടിരുന്നത് ഒരു തരത്തിൽ, യഹൂദ സമൂഹം ഈ പറയുന്ന സ്വരൂപങ്ങളെ കണ്ടിരുന്നത് മറ്റൊരു തരത്തിൽ. അവർക്ക് വിഗ്രഹമെന്നൊന്നില്ല, അവർക്ക് സ്വരൂപമെന്നൊന്നില്ല. കൃത്യമായി ഇവിടെ പറയുകയാണ്, ജീവനുള്ള ഒന്നിൻ്റെയും പ്രതിമകൾ പാടില്ല എന്ന യഹൂദ നിയമം. എന്തെങ്കിലും ഒന്നിൻ്റെ പ്രതിമ ഉണ്ടാക്കിയാൽ അത് വിഗ്രഹാരാധനയായി കണക്കുകൂട്ടിയിരുന്ന ഒരു യഹൂദജനം. നമ്മൾ പലപ്പോഴും ന്യായീകരിക്കാൻ പറയുന്നൊരു വാക്കുണ്ട്. ഈ സമൂഹത്തിന് ഇന്നത്തെ എല്ലാവരും നമ്മളെപ്പോലെ വിദ്യാഭ്യാസമുള്ളവരല്ല, അറിവുള്ളവരല്ല, കാര്യമായി കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിവുള്ളവരല്ല. അവർക്ക് ചിത്രങ്ങളിലൂടെ, അവർക്ക് ഇത്തരം വിഗ്രഹങ്ങളിലൂടെ യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ ചിത്രം കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിഗ്രഹം കാണുമ്പോൾ, ഒരു രൂപം കാണുമ്പോൾ യേശുവിനെ അറിയാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. എൻ്റെ ചോദ്യം നിങ്ങളോട്, ആരാണ് ഏറ്റവും കൂടുതൽ പഴമക്കാർ? ഇന്ന് ഈ കാണുന്ന കേരളത്തിലുള്ള ഈ പറയുന്ന വിദ്യാഭ്യാസവും പൊതുസമൂഹത്തെക്കുറിച്ച് ധാരണയുമുള്ള ഇന്നത്തെ സമൂഹമാണോ, അതെയോ ഇതിന് മുൻപുണ്ടായിരുന്ന യഹൂദ സമൂഹമാണോ? എന്തുകൊണ്ട് ദൈവം യഹൂദ സമൂഹത്തിന് അംഗീകരിച്ചിരുന്നില്ല? യഹൂദ സമൂഹത്തിന് യാഹ്വേയെ കാണാൻ ഈ രീതിയിൽ അംഗീകരിക്കാമായിരുന്നല്ലോ. ദൈവം അത് ചെയ്തോ? ഇല്ല. പഴയ നിയമത്തിൽ യഹൂദ സമൂഹത്തിന് ദൈവത്തെ കാണാനും മനസ്സിലാക്കാനും രീതിയിൽ ഒന്നും ദൈവം അനുവദിച്ചിരുന്നില്ല. പ്രാകൃതമായ 3000-4000 വർഷം പഴക്കമുള്ള ഈ ജനത്തിന് അനുവദിക്കാത്ത എന്ത് അനുവാദമാണ് നേതാക്കന്മാരെ നമ്മൾ ഈ സമൂഹത്തിന് കൊടുക്കാൻ ശ്രമിക്കുന്നത്? 8-ാം നൂറ്റാണ്ടിൽ 2ാം നിക്യ കൗൺസിലിൽ മാത്രം പ്രഖ്യാപിച്ച ഈ ഒരു വിഗ്രഹാരാധന ഇന്ന് ഇത്രത്തോളം എത്തിയിട്ടും കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന എല്ലാ സമൂഹത്തോടും, എല്ലാ അധികാരികളോടും ഞാൻ ചോദിക്കുക, നിങ്ങളിത് കണ്ടിട്ടും ദൈവത്തെക്കാൾ അധികമായി മനുഷ്യനെ, നേർച്ചപ്പെട്ടിയിൽ വീഴുന്ന പണത്തെ മാത്രം ആശ്രയിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പണമല്ല നിങ്ങളെ ദൈവരാജ്യത്തിൽ എത്തിക്കുന്നത്. ഈ കൂന്നുകൂട്ടിയ ഈ സമ്പത്തല്ല നിങ്ങളെ ദൈവരാജ്യത്തിലേക്ക് എത്തിക്കുന്നത്. ഇത് തിന്മയാണെന്ന് പറയാൻ ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ശിരസ്സുയർത്തണം, നിങ്ങളുടെ ആദരം തുറക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് സമർപ്പിക്കുക. നേർച്ചപ്പെട്ടികൾ നിറയട്ടെ, പണം സമ്പാദിക്കട്ടെ, അങ്ങനെ ആവശ്യം പോലെ ഞങ്ങളുടെ പോക്കറ്റ് നിറയട്ടെ. അതിനുവേണ്ടി ഈ വീഡിയോയും കൂടി നിങ്ങൾ കാണുക. പാവറട്ടി പള്ളിയിൽ ഒരു പെരുന്നാളിന് ശേഷം വിഗ്രഹത്തിന് മുൻപിൽ വെച്ചിരുന്ന നേർച്ചപ്പെട്ടിയിൽ ഈ പാവപ്പെട്ട ജനം അവരുടെ അധ്വാനത്തിൻ്റെ, അവരൊരു നേരം അധ്വാനിച്ച് അവരുടെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷിക്കേണ്ട ആ ഒരു കഷ്ടതയുടെ, കണ്ണുനീരിൻ്റെ, വിയർപ്പിൻ്റെ തുകയാണ് നിങ്ങൾ ഈ വിഗ്രഹാരാധനയുടെ പുറകിൽ നിങ്ങൾ കവർച്ച ചെയ്യുന്നതെന്ന് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണുക. കാട്ടുകള്ളൻ വീരപ്പൻ പോലും പണമുള്ളവനെ അപഹരിച്ചതായിട്ടും അവൻ്റെ സ്വത്ത് പാവപ്പെട്ടവർക്ക് വീതിച്ചു കൊടുത്തതായിട്ടും, അല്ലെങ്കിൽ കായംകുളം കൊച്ചുണ്ണിയെ പോലെയുള്ള ചില കള്ളന്മാരൊക്കെ ചെയ്ത പ്രവൃത്തിയൊക്കെ നമ്മൾ പുസ്തകങ്ങളിൽ വായിച്ചു കേട്ടിട്ടുണ്ട്. ഇത് പാവപ്പെട്ട, അറിവില്ലാത്ത സാധാരണ ജനങ്ങൾ അവരുടെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് കഷ്ടം അനുഭവിച്ച് അവർ നേടിയ സമ്പത്ത് ഇത്തരം തിന്മ പ്രവർത്തികളിലൂടെ അപഹരിക്കുന്ന വലിയ കാട്ടുകള്ളനേക്കാൾ വലിയ ആളുകളായി ഇന്നത്തെ നേതാക്കന്മാർ മാറിയതിൻ്റെ നേർക്കാഴ്ചയാണ് ഈ നിറഞ്ഞിരിക്കുന്ന നേർച്ചപ്പെട്ടികളും ഈ പണവും. ഇതിങ്ങനെ കുന്നുകൂടുന്തോറും നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു, വിശ്വാസ സമൂഹം നഷ്ടപ്പെടുന്നു. ഇന്ന് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ എത്ര പേരുണ്ട് എന്ന് നിങ്ങൾ ഇനിയും പരിശോധിക്കണം. എത്ര പേര് ഇനി നാളെ വാക്കി കാണും എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കാൻ ഈ വീഡിയോ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു.